वन्दे सद्गुरुपादपद्ममनिशम् वन्दे प्रकाशं स्वयं वन्दे सर्वचराचरात्मनिलयं वन्दे कृपाम्भो निधिं वन्दे नित्यनिरामयो निरुपमो वन्दे निरीहो परो वन्दे शान्तिनिकेतनो मम गुरुं वन्दे शिवम् கல்யாண குணசாலி காத்திடுவாய் பக்தர்களை காத்திடுவாய் பக்தர்களை वन्दे पतिव्रत शिरो आश्रिता
കഴിഞ്ഞ 3.5 മണിക്കൂർ ആയിട്ട് സീതാ കല്യാണം എന്ന സമ്പ്രദായവേദനയുടെ ഭാഗമായിട്ടുള്ള സീതാ കല്യാണം എന്ന് പറഞ്ഞ മഹത്തായ ഒരു ഭജനയ്ക്ക് ഇവിടെ നടന്നു വരികയാണ്. ഇന്നത്തെ ദിവസം ഈ രാമായണ മാസമാണ് 1. അതുപോലെ തന്നെ അയ്യാഗുരു സമാധി ദിനം, തൈക്കാട് അയ്യാഗുരു സമാധി ദിനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ലളിത ടീച്ചറിൻ്റെ ജന്മദിനം കൂടിയാണെന്ന്. അപ്പോൾ അതോടനുബന്ധിച്ചൊരു ഭജന വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാമായണ മാസമായതുകൊണ്ട് സീതാ കല്യാണമായിട്ട് തന്നെ അത് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വന്ന് ഈ 3.5 മണിക്കൂർ ഒരു ഭക്തിനിർഭരമായിട്ട് ആ സീതാ കല്യാണം നടത്തി തന്ന ശങ്കർ ഭാഗവതും പാർട്ടിക്കും അഭേദാശ്രമത്തിൻ്റെ സദ്ഗുരു ഗോപാലകൃഷ്ണ ഭജന മണ്ഡലി ആണ് ഇത് നടത്തിയത്. അതിൽ നേതൃത്വം നൽകിയത് ശങ്കർ ഭാഗവതരാണ്. ശങ്കർ ഭാഗവതർ ഇവിടെ എല്ലാ ഞായറാഴ്ചയും 7 മണി മുതൽ ഇവിടെ ഭജന നമ്മുടെ ആശ്രമത്തിൽ വന്ന് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന എല്ലാ നാമപ്രേമികൾക്കും അഭേദാശ്രമത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അഭേദാശ്രമവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഉള്ളതാണ് സ്വയം പ്രകാശാശ്രമം പറയുന്നത്. ഗുരുദേവൻ ഉള്ളപ്പം തന്നെ അഭേദാനന്ദ സ്വാമികളും അതുപോലെ സ്വയം പ്രകാശാശ്രമത്തിലെ ഗുരുദേവനും രണ്ടുപേരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അവിടെ നാമജപം സ്വയം പ്രകാശാശ്രമത്തിൽ ആരംഭിച്ചത് തന്നെ, അതിന് തുടക്കം കുറിച്ചത് തന്നെ, വിളക്ക് കത്തിച്ചത് അഭേദാനന്ദ സ്വാമികളാണ്. പട്ടാള സ്വാമി എന്ന് അന്ന് അറിയപ്പെടും. ഗുരുദേവനുമായിട്ടുള്ള ഫോട്ടോകൾ ഇപ്പോഴും ആ സ്വയംപ്രകാശാശ്രമത്തിൽ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. വളരെ അപൂർവമായിട്ട് അവിടെ ഫോട്ടോ തന്നെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് ഗുരുസ്ഥാനിയെ അലങ്കരിക്കുന്നത് നമ്മുടെ പ്രൊഫസർ ലളിത ടീച്ചറാണ്. ലളിത ടീച്ചറിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ എല്ലാവരും നല്ലവണ്ണം അറിയാവുന്ന അമ്മയാണ്. നമ്മൾ പല പ്രാവശ്യവും അവിടെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടെ പോയി ഭജന ചെയ്യാറുണ്ട്. ലളിത ടീച്ചറിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ ഈ പറഞ്ഞ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹാത്മാക്കളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ, പ്രധാനമായിട്ടും നമ്മളെ ജി ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് പോലും നല്ലൊരു പുസ്തകം അമ്മ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സംഗീതജ്ഞ കൂടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമ്മയുടെ പൂർവ്വകാലത്തിലും എല്ലാം സംഗീതജ്ഞയാണ് അമ്മ. അങ്ങനെ എല്ലാ രീതിയിലും ആ സ്വയം പ്രകാശ ആശ്രമത്തിനെ അലങ്കരിക്കുകയും ഇന്ന് ആ ആശ്രമത്തിന് അമ്മയുടെ ആ ഒരു പ്രഭാവം കൊണ്ട് തന്നെയാണ് ആശ്രമം ഈ രീതിയിൽ നല്ല രീതിയിൽ നടന്നു പോകുന്നത്. അമ്മയുടെ ഒരു പിറന്നാൾ ആഘോഷം അഭേദാശ്രമത്തിൽ വെച്ച് നടത്തുന്നതിന് ഞങ്ങൾ വളരെയധികം കൃതാർത്ഥരാണ്. ഇങ്ങനെ ഒരു മക്കളുടെ അവരുടെ ഒരു ജന്മദിനമൊക്കെ ഇങ്ങനെയുള്ള ആശ്രമത്തിൽ തന്നെ വെച്ച് നടത്തുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഇവിടെ വന്ന് അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്ന അമ്മയോട് നമ്മളെ പൂർണ്ണമായിട്ട് അമ്മയുടെ പാതാരബന്ധങ്ങളിൽ നമ്മൾ നമസ്കരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിയാദിലെ അധ്യാത്മിക സമിതിയിൽ നിന്ന് തന്നെ ആൾ വന്ന് അമ്മയുടെ ഈ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം പേര് അമ്മയെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പേർക്കും അഭേദാശ്രമത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അമ്മ ഇനി 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് അഭേദാശ്രമത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സ്വാമി കേശവാനന്ദജി ഭാരതിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം
ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. കുളത്തൂർ സ്വയം പ്രകാശാശ്രമം മാതാജിയായ പ്രൊഫസർ ലളിത ടീച്ചർ അമ്മയുടെ ജയന്തി ദിനമായ ഇന്ന് അഭേദ ഗുരുനാഥൻ്റെ ആശ്രമത്തിൽ വെച്ച് ഈ ജന്മദിന ആഘോഷം നടത്തുന്നതിൽ നമുക്ക് ഏവർക്കും വളരെ സന്തോഷമാണ്. വലിയൊരു പരമ്പരയിലെ പാരമ്പര്യമുള്ള അമ്മയാണ് കുളത്തൂർ സ്വയംവര ആശ്രമത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുനാഥന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അത് സംസാരിക്കുന്നതിനായിട്ട് അമ്മയെക്കുറിച്ച് തന്നെ പല പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതി നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ശ്രീ രാജീവ് ഇരങ്ങിയാലക്കുടയാണ്. അദ്ദേഹമാണ് ഇന്ന് ഇതിന് ഈ ഒരു പരിപാടിക്ക് തന്നെ ഇവിടെ നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രൊഫസർ ജെ ലളിത ടീച്ചറെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അടിത്തറ മാത്രമല്ല ആരൂഢവും സൃഷ്ടിച്ച കേരളപാണിനി AR രാജരാജവർമ്മയുടെ പൗത്രിയാണ്. അപ്പോൾ ആ അമ്മയുടെ 86ാം പിറന്നാൾ കഴിഞ്ഞ വർഷം തൈക്കാട്ട് അയ്യാസ്വാമി അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഇവിടെ പലരുമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കോട്ടയം തിരുവാർപ്പിൽ താമസിക്കുന്ന സതീഷ് കുമാർ ദീപക്, അങ്ങ് ഒരു റിയാദിലാണ് ജോലി ചെയ്യുന്നത്, നമ്മളൊരു പഴയകാല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം അമ്മയെ കാണാൻ വന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനിടയ്ക്ക് അവർ റിയാദിലെ ആധ്യാത്മിക സമിതിയുടെ ഒരു 3 ദിവസത്തെ ഒരു സത്സംഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തവണ അമ്മയ്ക്ക് കന്യാകുമാരിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ തവണ അവിടെ തന്നെ നമുക്ക് നടത്താം എന്ന് പറഞ്ഞ പരിപാടി ഇന്ന് തുടങ്ങും. ആ പരിപാടി വൈകിട്ട് അപ്പോൾ കന്യാകുമാരിയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് നമ്മളെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ക്ഷീണം 86 കഴിഞ്ഞ് ഉള്ള. അപ്പോൾ അതുകൊണ്ട് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ അഭേദാശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി രാംകുമാർ സാറ് പറഞ്ഞു, അമ്മയ്ക്ക് കന്യാകുമാരിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് കൂടാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അഭേദാശ്രമമാണ് ഒരു വാട്സപ്പ് ഇങ്ങനെ ഇട്ടത്. ഇപ്പം അത് കണ്ടിട്ട് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് നമ്മുടെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ. ഇത് വാസുദേവൻ പിള്ള സാറ്, അദ്ദേഹം 10-30 വർഷക്കാരായിട്ട് റിയാദിൽ ഉള്ള ആധ്യാത്മിക സമിതിയുടെ ആളാണ്. അപ്പോൾ സതീഷ് കുമാർ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പറഞ്ഞയച്ചിരിക്കുകയാണ്. സാറിന് ടീച്ചർക്കൊരു ഉപഹാരം കൊടുക്കണം. അദ്ദേഹം സഹധർമ്മിണിയോടൊപ്പം വന്നിരിക്കുകയാണ്. അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏതോ നിയോഗം പോലെയാണ് ഇന്നിവിടെ എത്താൻ സാധിച്ചത്. അമ്മയെ കാണാനും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ഗുരുനാഥന്മാരെയും കാണാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഇന്നലെ രാവിലെ വരെ ഇങ്ങനൊരു ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ ദീപക്ജി വിളിച്ചു പറഞ്ഞ് രാജീവ്ജിയോട് സംസാരിച്ചു. എത്ര അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കണം, അതനുസരിച്ച് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നേരത്തെ നമ്മുടെ രാജീവ്ജി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരെയും കാണാനും നിങ്ങളോടൊപ്പം സഹകരിക്കാനും കഴിഞ്ഞത് മുൻജന്മ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നാട്ടിലാണെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ
വീട് വെച്ചു കൊടുത്തു. ഞങ്ങളിപ്പോൾ ആൾറെഡി ഒരു 4 വീട് പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ വെച്ചു കൊടുത്തു കഴിഞ്ഞു നിർദ്ധരായിട്ടുള്ള നമ്മുടെ ആൾക്കാർക്കായിട്ട്. അതുപോലുള്ള ചില സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാം അനുഗ്രഹങ്ങളുണ്ടാകണം. അമ്മയ്ക്ക് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും പ്രാർത്ഥിക്കുന്നു. നമസ്തേ. അപ്പോൾ അമ്മ കഴിഞ്ഞ കാലങ്ങളിൽ ജന്മദിനാഘോഷം പലപ്പോഴും നെട്ടയം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പോയിട്ടാണ് ചെയ്യാറ്. അവിടെ തപസ്യാനന്ദ സ്വാമിയുള്ള കാലം തൊട്ട് തന്നെ, പിന്നെ ശക്രാനന്ദ സ്വാമി, നിസ്വാനന്ദ സ്വാമി, അങ്ങനെയുള്ളവരുടെ പോയി അവിടെ പോകും. അങ്ങനെ അതിനുശേഷം 70-ാം പിറന്നാൾ ഇവിടെ വളരെ ഗംഭീരമായി സംസ്കൃതി ഭവനിൽ നടത്തി. അപ്പോഴാണ് ലളിത ടീച്ചറെ AR രാജരാജവർമ്മയുടെ പൗത്രിയാണെന്ന സഹപ്രവർത്തകർ തന്നെ അറിയുന്നത്. എന്തുകൊണ്ട് അഭേദാശ്രമത്തിൽ ഈ പരിപാടി നടത്തുന്നു എന്നുള്ളത് പലർക്കും തോന്നാം. അത് അഭേദാശ്രമത്തിൻ്റെ സംസ്കാരമാണ്. നമുക്ക് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരുക. ഈ സന്ദർഭത്തിൽ അഭേദാശ്രമം കഴിഞ്ഞ 7 പതിറ്റാണ്ടോളം നിരന്തരം നാമജപം പോയി കണ്ടിരുന്നത്. അതിൻ്റെ ഒരു പാരമ്പര്യം അഭേദാനന്ദ സ്വാമി പോയിട്ടാണ് സ്വയം പ്രകാശാശ്രമത്തിൽ ദീപം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒട്ടും ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കാത്ത അമ്മ ഇങ്ങനെ ഇത്തരത്തിലുള്ള സജ്ജനങ്ങളുടെ മുന്നിൽ ഇത് ആഘോഷിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഒരു സഫല ജീവിതത്തിൻ്റെ ഒരു സാക്ഷാത്കാര മുഹൂർത്തമായിട്ട് മാറുകയാണ്. ഗുരുക്കന്മാരുടെ നാമം ഉച്ചരിക്കുന്നത് തന്നെ ഒരു വലിയ നാമജപം ആണ്. അങ്ങനെ എനിക്ക് എത്ര ഗുരുക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര പേരുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു നാമജപമായിട്ട് ഞാൻ കരുതിയിട്ട് അവരാരൊക്കെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ്. സ്വയംപ്രകാശ ആശ്രമത്തിലെ ഗുരുപരമ്പരയിൽ ആദ്യം ഓർമ്മിക്കുന്നത് അയ്യാഗുരുവിനെയാണ്. തൈക്കാട് അയ്യാഗുരു. ആ ഗുരുവിൻ്റെ ശിഷ്യരായിട്ട് പലരുമുണ്ട്. അതിൽ 2 പേർ, ഒരാൾ മന്ത്രദീക്ഷ വാങ്ങിച്ച ആളും മറ്റേ ആൾ സ്വാമിജിയുടെ കൂടെ കഴിഞ്ഞ ആളുമാണ്. ആ 2 പേരിൽ സർവസാക്ഷി അമ്മ പത്മനാഭപുരത്ത് സമാധിയായിരിക്കുന്ന അമ്മയാണ്. ആ അമ്മയാണ് ആദ്യം സീനിയറായിട്ടുള്ളത്. ആ അമ്മയുടെയും ശിഷ്യയാണ് സ്വയംപ്രകാശ യോഗിനി അമ്മ. സ്വയംപ്രകാശ യോഗിനി അമ്മ തിരുവനന്തപുരത്ത് നെടുമങ്ങാടുന്ന് തിരുവനന്തപുരത്തോട്ട് വന്നിട്ട് കുറേ സ്ഥലം വാങ്ങിച്ച് മണ്ണുള്ള എന്നിപ്പോൾ പറയും, പണ്ട് കുളത്തൂർ ആശ്രമം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മണ്ണുള്ളയിൽ 16 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ആശ്രമം തുടങ്ങി. അന്ന് അത് ഹിന്ദുമത ആശ്രമമായിരുന്നു. അന്ന് പ്രത്യേകിച്ച് അമ്പലമൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. പൂജാമുറിയിൽ തന്നെ അമ്പലം പോലെ ധാരാളം പൂജാക്രമങ്ങളൊക്കെ പാലിച്ചു പോകുന്നു. ആ അമ്മയ്ക്ക് ഒരു ശിഷ്യൻ വന്നു ചേർന്നു. അതാണ് ഗുരുദാസ് ആനന്ദ സ്വാമി. സ്വാമി അന്ന് മിലിറ്ററിയിൽ ജോലിയായിരുന്നു. ആ സ്വാമിയുടെയും ശിഷ്യയായിട്ട് വന്നത് തിരുനെൽവേലിയിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലെ ഒരമ്മ. അത് ജ്യോതി പ്രകാശിനി ദേവി എന്ന് പറയും അമ്മ. ഈ 4 പേരാണ്. അയ്യസ്വാമി ഉൾപ്പെടെയാണെങ്കിൽ 5 പേരാണ് ആ വലിയൊരു മഹാപരമ്പര, ഒരു പരമ്പര ഉണ്ടായിരുന്നത്. അതിൽ ഗുരുദാസ് ആനന്ദ സ്വാമി ഇരുന്ന കാലത്താണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. അവിടെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം അന്ന് അവിടെ കഴിഞ്ഞു പോയിരുന്നു. സ്വാമിജിയുടെ ശിഷ്യരായിരുന്നു ഇവരെല്ലാവരും. അതിന് മുമ്പുള്ള സീനിയറായിട്ടുള്ളവരെല്ലാവരും
സ്വയംപ്രകാശ ആശ്രമത്തിലെ അമ്മയുടെ ശിഷ്യരുമായിരുന്നു. അങ്ങനെ ഗുരുദാസാനന്ദ സ്വാമിയുടെയും കാലശേഷം തിരുനെൽവേലിയിലെത്തിയ അമ്മ ജ്യോതിപ്രകാശൻ ദേവിയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്, അവിടെ തെറ്റായിട്ടിരുന്നത്. ആ അമ്മയും ഇപ്പോൾ സമാധിയായി 10-20 കൊല്ലമായി. ഇപ്പോൾ അവിടെ ഹെഡായിട്ട് ആരും ഇല്ല. ഇതൊന്നും കൂടാണ്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പല നഷ്ടങ്ങളും ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം അവിടെ ആയിരുന്നു. അതുകൊണ്ട് അവിടെ നല്ല പരിചയമുണ്ട്. മകനും പുറകെ നിന്ന് ഉടനെ തന്നെ ഭർത്താവും മരിച്ചതിന് ശേഷം അങ്ങോട്ട് മാറി. അങ്ങനെ 32 കൊല്ലമായിട്ട് ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഗുരുക്കന്മാർ കൂടാണ്ട് അമ്മയും കൂടെ പോയതിന് ശേഷം, ഒടുവിലത്തെ അമ്മയും കൂടെ പോയതിന് ശേഷം ബാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഞാൻ അഭയം തേടി. അപ്പോഴാണ് എനിക്ക് സാറിനെ പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയത്. അങ്ങനെ സാറ് എന്നെ ഒരു മകളെ പോലെ വളരെ വാത്സല്യത്തോടുകൂടി അവരൊന്ന് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. സാറാണ് നിർബന്ധിച്ചിട്ട് എഴുതണം, വല്ലതും എഴുതണം, വെറുതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഒന്നും അറിഞ്ഞുകൂടാതെ എഴുത്തൊന്നും വലിയ ശീലമില്ല. കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അതിന് പ്രത്യേകം ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് അല്ലാണ്ടൊക്കെ വല്ലതുമൊക്കെ വായിച്ചിട്ട് വേണമല്ലോ എഴുതാൻ. അങ്ങനെ എന്തായാലും സാറ് എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നു, നിർബന്ധിച്ച് ഒരുപാട് വാത്സല്യത്തോടു കൂടിയാണ് ഓരോന്നും പറഞ്ഞു തരുന്നത്. അങ്ങനെ സാറിൻ്റെ ശിഷ്യയായി തീർന്നു. അതും കഴിഞ്ഞിട്ട് ശക്രാനന്ദ സ്വാമി നെട്ടേ ആശ്രമത്തിൽ, ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലുണ്ടായിരുന്നു. സ്വാമിജിയുടെ അടുത്ത് പോകുമായിരുന്നു. സ്വാമിജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരു 10-100 എഴുത്ത് എൻ്റെ കയ്യിൽ കാണും ഇപ്പോൾ, സ്വാമിജിയുടെ എഴുത്തുകൾ. അത്രമാത്രം അപ്പോൾ എഴുത്തയച്ചാൽ അടുത്ത പോസ്റ്റിന് എനിക്ക് മറുപടി വന്നു കഴിയും. അത്രയും സ്നേഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വാമി 4-5 വരിയെ കാണുള്ളൂ. പക്ഷെ അത് വളരെ ചെറുതായിട്ട് വളരെ ചുരുക്കിയാണ് എഴുതുന്നത്. വലിയ അർത്ഥഗർഭമായിട്ടുള്ളതാണ് എല്ലാം. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ശിഷ്യത്വം സ്വീകരിച്ചു. എല്ലാവരും എനിക്ക് ഒരേ ഗുരുവാണ്. ഗുരു എന്ന് പറയുന്നത് സൂര്യനെ പോലെ. സൂര്യൻ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നു, ചൂട് കൊടുക്കുന്നു. ആരുടെ എൻ്റെ സൂര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നില്ല. അതുപോലെ എല്ലാ ഗുരുക്കന്മാരും ഒരേ കൺസെപ്റ്റാണ്, ഒരേ സങ്കല്പം. അങ്ങനെ ഞാൻ പലരുടെയും ഉപദേശങ്ങൾ തേടുന്നതൊന്നും അത് കിട്ടി. എല്ലാവരുടെയും അനുഗ്രഹം ധാരാളം കിട്ടിയെന്ന് ഞാൻ എളിമയോടാണ് പറയുന്നത്. നല്ലപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് പലരും. അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് അവിടെ താമസിക്കുകയാണ്. സ്വയംപ്രകാശ ആശ്രമത്തിൽ താമസിക്കുന്നു. പിന്നെ അഭേദാനന്ദ സ്വാമിയെ വളരെ കൊച്ചായിരുന്നപ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് അടുത്ത് പോയി നമസ്കരിച്ചിട്ടുമുണ്ട്. അടുക്കാൻ അവസരം കിട്ടിയില്ലായിരുന്നു. അന്ന് ഞാൻ പെരുങ്കാനിയിൽ ഇവിടെ അടുത്താണ് ഈ ആശ്രമത്തിൻ്റെ അടുത്ത് പടിഞ്ഞാറേക്കോട്ടയിലാണ് താമസിച്ചിരുന്നത്. അവിടുന്ന് വരാനും പോകാനും സൗകര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടും പല മഹാത്മാക്കളുമായിട്ടും ഇടപെടാൻ സാധിച്ചു. ഇവിടെ വന്ന് ചേർന്നതിന് വളരെ സന്തോഷം പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ അളവിലല്ല, എല്ലാവർക്കും നന്ദി പറയുന്നു. അഭേദാശ്രമത്തിൻ്റെ ആദരവ് നൽകുന്നതിന് കേശവാനന്ദ സ്വാമിയെ ക്ഷണിക്കുന്നു. അൻപിൽ കനിന്ത പഴം ആദരവളിക്കും പഴം, അൻപിൽ കനിന്ത പഴം ആദരവളിക്കും പഴം, ജ്യോതിരസമനതൊരു ശുദ്ധ വെളിയന പഴം, ജ്യോതിരസമനതൊരു ശുദ്ധ വെളിയന പഴം, മാമ്പഴം ബർക്കതടി ബ്രഹ്മരസമാമ്പഴം ബർക്കതടി.
ആശയെന്നു കിളികൾ അണ്ടാത മാമ്പഴം തൻ ആശയെന്നു കിളികൾ അണ്ടാത മാമ്പഴം തൻ ക്രോധമെന്നു കാകങ്ങൾ കൊത്താത മാമ്പഴം തൻ ക്രോധമെന്നു കാകങ്ങൾ കൊത്താത മാമ്പഴം തൻ മാമ്പഴം വെർക്കുതടി ബ്രഹ്മരസ മാമ്പഴം വെർക്കുതടി കാശ് പണങ്ങൾ വേണ്ടാം കാട് വഴി ചുറ്റ വേണ്ടാം കാശ് പണങ്ങൾ വേണ്ടാം കാട് വഴി ചുറ്റ വേണ്ടാം കാമക്രോധങ്ങൾ വിട്ടാൽ താനേ കിടക്കും പഴം കാമക്രോധങ്ങൾ വിട്ടാൽ താനേ കിടക്കും പഴം മാമ്പഴം വെർക്കുതടി ബ്രഹ്മരസ മാമ്പഴം വെർക്കുതടി தத்துவத்தை விட்ட பழம் தத்பதமர்ந்த பழம் தத்துவத்தை விட்ட பழம் தத்பதமர்ந்த பழம் அறிவில் பழுத்த பழம் அநேக ரூபமான பழம் அறிவில் பழுத்த பழம் அநேக ரூபமான பழம் மாம்பழம் விற்குதடி ബ്രഹ്മരസ മാമ്പഴം വെർക്കുതടി മണ്ണാശை പെണ്ണാശை പൊന്നാശை വിട്ടവർക്ക് മണ്ണാശை പെണ്ണാശை പൊന്നാശை വിട്ടവർക്ക് എണ്ണാമൽ താൻ കിടക്കും ഏകാന്തமான പഴം എണ്ണാമൽ താൻ കിടക്കും ഏകാന്തமான പഴം മാമ്പഴം വെർക്കുതടി ബ്രഹ്മരസ മാമ്പഴം വെർക്കുതടി സത്വരസമാന പഴം സർവസാക്ഷിയാന പഴം സത്വരസമാന പഴം സർവസാക്ഷിയാന പഴം ശുദ്ധ ബ്രഹ്മമാന പഴം സ്വയം പ്രകാശിക്കളിത്ത പഴം ശുദ്ധ ബ്രഹ്മമാന പഴം സ്വയം പ്രകാശിക്കളിത്ത പഴം മാമ്പഴം വെർക്കുതടി ബ്രഹ്മരസ മാമ്പഴം വെർക്കുതടി. ശ്രീ സ്വയം പ്രകാശ യോഗിനിയമ്മ സ്വന്തം ഗുരു സർവസാക്ഷിയമ്മയെപ്പറ്റി രചിച്ച ഒരു പാട്ടാണ് അടുത്തതായി പാടാൻ പോകുന്നത്. തവ മണിമാർത്തിലക തവ കോഴും നിൻ മഹിമൈ തമിയനിവനാലറിയ എളിതാമോ തകതകനവേ മയിലിൻ മിശയുകന്ത് താനടിക്കും തകതകനവേ മയിലിൻ മിശയുകന്ത് താനടിക്കും തവ വരദൻ തൻ പെരുമൈ അറിവേനോ തവ വരദൻ തൻ പെരുമൈ അറിവേനോ തളരൂറുമി ഏഴയർക്ക് നിഴലൂരുവായി നീരന്ത് തളരൂറുമി ഏഴയർക്ക് നിഴലൂരുവായി നീരന്ത് താകവിടായി തീർത്ത് വൈപ്പായ് ഗുരുനാഥ
താക വീടായി തീർത്ത് വൈപ്പായ് ഗുരുനാഥ തളതളനവേ വിളങ്ങും തവ ചുടരെ ഏഴയർക്ക് തളതളനവേ വിളങ്ങും തവ ചുടരെ ഏഴയർക്ക് താനരുളവേ വരുവായ് ഗുരു മമൈവാംശോ ദീപലോകേ ദീപഭൂത സനാതന മനഃശക്രാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യദവാപ്നോതി യജ്ഞാപ്യക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാസയ ശ്രോത്രം ചക്ഷുസ്പർശനജ്ഞാനസനം ഘ്രാണമേവ പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ യദന്തോ യോഗിനശ്ചര്യം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദമാംസിതം പ്രാണാപാനസമായുക്ത ഭയാമന്യം ചതുർവിധം സർവസ്യ ജാതം സന്നിവിഷ്ടോ വസ്തജ്ഞാനമോഹനം ച വേദേ ച സർവേരമേവ വേദ്യോ വേദാന്തവേദവിദേഹജാഹം നാരുമോ പുരുഷോ ലോകേ ക്ഷരക്ഷരേവ ച ക്ഷര സർവാണി ഭൂതാനി ഗുണസ്ത്വാക്ഷര ഉച്യതേ ഉത്തമ പുരുഷസ്തന്യാ പരമാത്മേതിദാകൃത യോ ലോകത്രയമാവിശ്യ വിഭക്തപ്രിയമീശ്വര യസ്മാക്ഷരമനീലോകം അക്ഷരാദവിനോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രകൃത പുരുഷോത്തമ യോ മാമേവ സമ്മൂഢോ ജ്ഞാനാദി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ ഹരി ഓം തസ്സത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓയാ പിറവി പെരുമ്പിണിക്കൊരരുമരുந்தாய் பிறவ நெறியாம் பேரின்ப வாழ்வு கருந்துணையாய் ஓய பிறவி பெரும்பிணிக்கொரருமருந்தாய் பிறவ நெறியாம் பேரின்ப வாழ்வு கருந்துணையாய்